പ്രിയദർശിനി എവിടെ എഴുതി വായിച്ചിട്ടുണ്ട്, സത്യനന്ദിക്കാട് ഭയങ്കര അസൂയാണ്. കാരണം ഇത്രയും ശാന്തമായ സ്ഥലത്ത് കൃഷിയൊക്കെ ആയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാമെന്ന്. അത് അവർക്കൊന്നത് പറ്റാത്തായിരിക്കും. അതായത് പ്രിയനോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വയം തീരുമാനിച്ചാൽ മതി. കാര്യം നമ്മുടെ തിരക്കുകൾ നമ്മൾ പലപ്പോഴും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. പ്രിയൻ ഹിന്ദിയും തെലുങ്കും തമിഴൊക്കെ ചെയ്യാൻ പോകുമ്പോഴാണല്ലോ ഈ ബുദ്ധിമുട്ടുണ്ടായത്. മലയാളിക്ക് ഒരു സിനിമ ചെയ്തിട്ട് ബാക്കിയുള്ള കിട്ടിയ കാശ് മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ സന്തോഷമല്ലേ. പ്രിയൻ്റെ വീട്ടിൽ പോയാൽ നമുക്ക് തോന്നും, അയ്യോ എന്തൊരു മനോഹരമായ വീടും എന്തൊരു അറ്റ്മോസ്ഫിയറും. എല്ലാവർക്കും അക്കരെ പച്ചയുണ്ട്. ഇവിടെ ചെന്നൈയിലോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ ഒന്നും ഒരു ഫ്ലാറ്റ് എടുത്ത് മാറണമെന്നോ അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല അല്ലേ? തോന്നിയിട്ടേ ഇല്ല. ഞാൻ അന്ന് പണ്ടൊക്കെ തീരുമാനിച്ചിട്ടുള്ളതാണ്, ഈ എൻ്റെ ദിവസങ്ങൾ, എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ എനിക്ക് സ്വയം തീരുമാനിക്കാവുന്ന ഒരവസ്ഥ വന്നാൽ ഞാൻ അന്തിക്കാട് തന്നെ താമസിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ ഉള്ള ഗുണമെന്ന് വെച്ചാൽ എല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ എനിക്കിവിടെ കൃഷിയുണ്ട്, നെല്ലുണ്ട്, പിന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വേറെ എവിടെയും പോയാൽ കിട്ടാത്ത ഒരു ശാന്തതയും സന്തോഷവും നമ്മളിവിടെ വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഫ്ലാറ്റും സിറ്റികളിലേക്കും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള. അപ്പോൾ ആദ്യകാലത്തൊക്കെ ചെന്നൈ തന്നെ താമസിക്കായിരുന്നു? ആദ്യകാലം വെച്ചാൽ പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ചെന്നൈയിലേ പറ്റുള്ളൂ. ഞാൻ ഡയറക്ഷൻ ഇപ്പോൾ കുറുക്കൻ്റെ കല്യാണം കിന്നാരും ഒക്കെ കഴിഞ്ഞ വരയ്ക്കും ചെന്നൈ തന്നെയായിരുന്നു താമസം. പിന്നെ മോൻ ജനിച്ചപ്പോൾ തൊട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ നിമ്മിയൊക്കെ ആ സമയത്ത് ഇവിടെ തന്നെയാണ്. കാര്യം നിമ്മി പഠിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളിടയ്ക്ക് വന്ന് പോവുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ സ്ഥിരതാമസമാക്കിയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ദിവസം ഒഴിവ് കിട്ടിയാലും നേരെ വീട്ടിലേക്കാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും വായിക്കാനും എഴുതാനും സിനിമ കാണാനും ഒക്കെയുള്ള സന്തോഷം. ഒരു ദിവസം ഇപ്പോൾ സിനിമയൊന്നും ഇല്ലാത്ത സമയത്ത് അന്തിക്കാട്ടെ ഒരു ദിവസം എങ്ങനെയാ? അന്തിക്കാട്ട് ദിവസം സിനിമ ഉള്ള ദിവസങ്ങളാണ് അപൂർവം. സിനിമ ഇല്ലാത്ത സമയത്താണല്ലോ കൂടുതൽ. അന്തിക്കാട്ട് ദിവസങ്ങൾ പോലെ സാധാരണ ഒരു നാട്ടിൽ ഒരാളെങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ. എന്നാലും രാവിലെ എണീറ്റ് നടക്കാൻ പോവും, പിന്നെ ഭക്ഷണം കഴിക്കും, പിന്നെ വായിക്കും, പത്രം വായിക്കും. പിന്നെ ഇപ്പം ഫോണിലൂടെ ഒരാൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യും. ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ സിനിമ കാണും, ചിലപ്പോൾ ബുക്കുകൾ വരണം വായിക്കാനായാലും കയറി കഴിഞ്ഞാൽ പുസ്തകം വായിച്ചു തീർക്കും. പിന്നെ ചിലപ്പോൾ അടുത്ത ഏതെങ്കിലും കഥകളുടെ ഒരു ഐഡിയ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് നോക്കും. പിന്നെ പിള്ളേരൊക്കെ വരുമ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കും. അങ്ങനെ ഒരു ദിവസം പോലും വെറുതെ ആവുന്നില്ല. നമുക്ക് ഡള്ളായിട്ടുള്ള ദിവസങ്ങളില്ല.